പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ ഒരു വചനചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. യെശയ്യാവിൻ്റെ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. അതേ പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായൊരു വചനമാണ് നാം വായിക്കുവാനായിട്ടിടയായി തീർന്നത്. ഇവിടെ ഇങ്ങനെയാണെന്ന് വായിച്ചത്, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തെ ദൈവം ചെയ്ത ഒരു കാര്യമാണ്. നാം അറിയാതെ ഇരിക്കുന്ന കാര്യങ്ങൾ, ഗുണങ്ങളൊക്കെ, കഴിവുകളൊക്കെ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ കഴിവുകളും എല്ലാവരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വളരെ യാഥാർത്ഥ്യകരമായിട്ടൊരു അനുഭവം. എല്ലാവരുടെയും ജീവിതത്തിൽ അവർക്ക് രക്ഷ നേടിയെടുക്കാൻ, അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ ദൈവം എല്ലാവരുടെയും ജീവിതത്തിൽ ടാലൻറ്റുകൾ കൽപ്പിച്ചിട്ടുണ്ട്. കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, ബുദ്ധിയെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർ എല്ലാവരും അതിന് മനസ്സിലാക്കുന്നില്ല. അതിൽ വിജയിക്കാൻ അവർ ശ്രമിക്കാത്തത് കൊണ്ട് പലരും പലതിലും പരാജയപ്പെട്ടു പോവുകയാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന്. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങണം. അതേ പ്രിയമുള്ള, ഒരു മനുഷ്യൻ്റെ വാക്കുകൾക്ക്, നമ്മുടെ വായിലോട് വരുന്ന വാക്കുകൾക്ക് ഒരാളെ ബലപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ ഒരാളെ എന്ത് ചെയ്യുക, ജീവിതത്തിൽ തളർത്തി കളയാനും കഴിയും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ മനസ്സ് തുറന്ന് നാം പറയുന്നതിനകത്ത്, വായി തുറന്ന് നാം പറയുന്നതിനകത്ത് ഭയങ്കര തിരിവുകൾ ഉണ്ടാക്കാൻ കഴിയും. ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കാനും കഴിയും, അതോടൊപ്പം തന്നെ മനുഷ്യനെ താഴ്ത്തി കളയാനും കഴിയും, ഇടിച്ചിരുത്താനും കഴിയും. അതുകൊണ്ട് എപ്പോഴും നാം ശ്രദ്ധിക്കുക, നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യനെ താങ്ങാൻ നമുക്ക് കഴിയണം. താങ്ങാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിരിക്കുന്നു എന്നാണ് ഇവിടെ വചനം പറയുന്നത്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് ബലപ്പെടുത്താൻ. അതേ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ തളർന്നായിരിക്കുന്നെങ്കിൽ, ക്ഷീണിച്ചായിരിക്കുന്നെങ്കിൽ, നിന്റെ വാക്കുകൾ അവനെ ഉണർത്താൻ സഹായകരമായി തീരണം, അവനെ ബലപ്പെടുത്താൻ, അവനെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് കഴിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു അഭിഷേകം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ശിഷ്യന്മാരുടെ നാവെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ശിഷ്യനായിരിക്കുന്നുവെങ്കിൽ ഈ ഒരു ഗുണം നമുക്കുണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഒരു പരാജയപ്പെടുത്തുന്ന വാക്കുകൾ പറയാതെ അവനെ ഉണർത്തുന്നതായിരിക്കട്ടെ നമ്മുടെ വാക്കുകൾ. അങ്ങനെ ഒരു ശിഷ്യന്മാരുടെ നാവ് എനിക്ക് വേണമെന്ന് പറയാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്നിൻ്റെ പകലിലോ? അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ മേൽ ദൈവം അത് കൈമാറുക കേട്ടോ. അങ്ങനെ ഒരു അധികാരം ദൈവം നിങ്ങളുടെ മേൽ കൈമാറുകയാണ്. നമ്മൾ ഓരോരുത്തരും തകർക്കുന്നവരായി മാറരുത്, അവരെ ഉണർത്തുന്നവരായി മാറണം. അവരുടെ കഴിവുകളിലേക്ക് അവരെ എത്തിക്കാൻ പാകത്തിന് നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് ഓർക്കുക. ഒരുപക്ഷെ മറ്റൊരു കാര്യത്തിന് നമുക്കവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും വാക്കുകൊണ്ട് അവരെ ബലപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അതേ പ്രിയമുള്ളവരെ, എല്ലാ ജീവിതത്തിനകത്ത് നമുക്ക് ആ നിലകളിൽ ഒരു ഗുണത്തോടു കൂടിയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ശിഷ്യന്മാരുടെ നാവാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ശിഷ്യന്മാരുടെ നാവിൻ്റെ പ്രത്യേകത എന്താണ്? ഒരുവനെ ഉണർത്താനായിട്ടിടയായിട്ടാണ്, ഒരുവനെ എഴുന്നേൽപ്പിക്കുന്നതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, തളർന്നിരിക്കുന്നവന് വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ശിഷ്യന്മാരുടെ നാവ് എനിക്കുണ്ട്. എന്നെ ബലപ്പെടുത്തുന്ന, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന, അവരെ എഴുന്നേൽപ്പിക്കുന്ന വാക്കുകൾ സംസാരിക്കാൻ ഒരു ശിഷ്യൻ്റെ ഗുണമാണ്. യേശുവിനെ അറിയുന്ന ശിഷ്യൻ്റെ ഗുണമാണ് ഒരുവനെ ബലപ്പെടുത്തുക, അവനെ എഴുന്നേൽപ്പിക്കുക, അവനെ ലക്ഷ്യത്തിനകത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളത് ദൈവം തന്നിരിക്കുന്ന ഒരു അധികാരമാണെന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, ഇങ്ങനെ പറയുന്നു, താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. അപ്പം രാവിലെ തോറും അവൻ ഉണർത്താൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയണം. മറ്റുള്ള ആരെ ഉണർത്താൻ, അവരെ തളർന്നിരിക്കുന്ന സിറ്റുവേഷൻ്റെ അകത്ത് നിന്ന് അവരെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന് രാവിലെ തോറും പ്രസ്താവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കണം. രാവിലെ തോറും നാം അത് പ്രസ്താവിക്കാൻ തയ്യാറാകണം, പറയാൻ തയ്യാറാണ്. ഒരാളെയെങ്കിലും ഓരോ ദിവസം ഉണർത്താൻ, അവരെ ലക്ഷ്യത്തിലേക്ക് അവരെ ഒന്ന് നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അത് ദൈവം തന്നിരിക്കുന്ന ക്വാളിറ്റികളിൽ ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കണം. ആ ഒരു തലത്തിലേക്ക് ഞാൻ നിങ്ങൾ മൂവ് ആക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. ഒരു ശിഷ്യൻ കേൾക്കുന്നത് എങ്ങനെയാണ്? അവരുടെ പരാതികൾ, പരിഭവങ്ങളെല്ലാം കേൾക്കാൻ തയ്യാറാകണം. നാം ഒരാളെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവ് എന്താണെന്നറിയാമോ? നാം അവരെക്കുറിച്ച് കേൾക്കാനായിട്ട് തയ്യാറാകുന്നതാണ്.
ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. അവരുടെ വേദനകൾ തുറന്നു പറയുമ്പോൾ തിരക്കില്ലാതെ കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ശിഷ്യന്മാർക്കുള്ള ഗുണമാണ്. അവരുടെ പരാതികളാകട്ടെ, സങ്കടങ്ങളാകട്ടെ, എന്തുമാകട്ടെ, അത് പറയുമ്പോൾ കേൾക്കുക എന്നുള്ളത് നമ്മുടെ ക്വാളിറ്റി ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ശിഷ്യന്മാരുടെ ക്വാളിറ്റി അതാണ്, കേൾക്കാൻ തയ്യാറാകണം. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്കതിനകത്തൊരു മറുപടി, ഒരു സൊല്യൂഷൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ വാക്കുകൾക്കകത്ത് ആ ശക്തി കർത്താവ് കൈമാറും. ആ വാക്കുകൾ അവരെ ബലപ്പെടുത്തുന്നതായിരിക്കും. അവരെ ജീവിതത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകാതെ അവരെ എഴുന്നേൽപ്പിക്കുന്ന തലത്തിൽ നമ്മുടെ വാക്കുകളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്നിൻ്റെ ഓരോ ജീവിതത്തിലും, ഓരോ എഴുന്നേൽപ്പിലും, ഓരോ പ്രഭാതത്തിലും ഒരുവന് ഉണർത്താൻ പാകത്തിനായിരിക്കട്ടെ എൻ്റെയും നിങ്ങളുടെയും വാക്കുകളെന്ന ആത്മാർത്ഥതയോടെ പറയുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആത്മാർത്ഥതയോടെ അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തിൻ്റെ ശിഷ്യന്മാരാണ്. ദൈവം അവർക്ക് ഒരു സ്പെഷ്യൽ ക്വാളിറ്റി, ഒരു സ്പെഷ്യൽ അധികാരം ദൈവം തരികയാണ്. അതിനകത്ത് നമുക്ക് തുടരാം. മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന, മറ്റുള്ളവരെ തളർന്നിരിക്കുന്നവരെ ഒന്ന്, ഉൾക്കരുത്തില്ലാത്തവരെയൊക്കെ താങ്ങുന്ന, എഴുന്നേൽപ്പിക്കുന്ന ഒരു ശബ്ദം നമ്മുടെ അധരത്തിലൂടെ പുറത്തു വരട്ടെ. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.